ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ. ഹൈദരാബാദ് ട്രിപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഹൈദരാബാദ് എത്തിയിട്ട് ഹുസൈൻ സാഗർ ലേക്കും ഹൈടെക് സിറ്റിയൊക്കെ പോയി കണ്ട വിശേഷങ്ങളായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. വേൾഡ്സ് ലാർജസ്റ്റ് ഫിലിം സിറ്റി ആയിട്ടുള്ള ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയുടെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഞങ്ങൾ സ്റ്റേ ആക്കിയിട്ടുണ്ടായിരുന്ന റൂമിൽ നിന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഞങ്ങൾക്ക് റൂമിൽ നിന്ന് കിട്ടിയ കോംപ്ലിമെൻ്ററി ഫുഡ്. അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ ഹൈദരാബാദ് സിറ്റിയിലൂടെ രാമോജി ഫിലിം സിറ്റിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും അല്ലേ രാമോജി ഫിലിം സിറ്റിയെ കുറിച്ച്? എന്താണ് സംഭവം എന്നറിയാനുള്ളൊരു ത്രില്ലിലാണ് കേട്ടോ ഞങ്ങൾ. ഇതുപോലെ കേട്ടിട്ടുണ്ട്, പക്ഷെ എന്താണെന്നുള്ളൊരു ആകാംക്ഷ നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാ ഞങ്ങൾ രാമോജി ഫിലിം സിറ്റിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് കേട്ടോ. ഈ മുന്നിൽ കാണുന്ന ബസ്സൊക്കെ അവിടത്തേക്കായിട്ടുള്ള ടൂറിസ്റ്റേഴ്സിനുള്ളതാണ്. അപ്പോൾ നമ്മൾ രാമോജി ഫിലിം സിറ്റീൻ്റെ എൻട്രൻസ് ഗേറ്റിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം 2000 ഏക്കർ സ്ഥലത്താണ് കേട്ടോ രാമോജി ഫിലിം സിറ്റി സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല ലാർജ് ഇൻ്റഗ്രേറ്റഡ് ഫിലിം സ്റ്റുഡിയോ എന്ന പേരിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട്. ഏകദേശം 80ഓളം സിനിമകൾ മലയാളം, ഹിന്ദി, കന്നഡ, തമിഴ്, തെലുങ്ക്, മറാഠി എന്നീ ഭാഷകളിലായിട്ട് ഇവിടുന്ന് ചിത്രീകരിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സെറ്റ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ എപ്പോഴും ഓപ്പൺ ആണ് കേട്ടോ. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5:30 വരെയാണ് ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ സ്ഥലം നോക്കി ഇങ്ങനെ പോവുകയാണ്. ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടുത്തെ ടൂറിസ്റ്റേഴ്സ് എത്രത്തോളം ഇവിടെ വരുന്നുള്ളത്. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് സെറ്റാക്കി നമ്മൾ അതിനുള്ളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫിലിം സിറ്റിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു സെക്ഷനാണിത്. ഇവിടെയാണ് കേട്ടോ ഫിലിം സിറ്റീൻ്റെ എൻട്രി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും ഒരു ഫിലിമിൻ്റെ തീമൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടറും ചെക്കിങ്ങും നമുക്ക് അതിനുള്ളിലേക്ക് എന്തൊക്കെ അലൗഡ് ആണ് അലൗഡ് അല്ല എന്നുള്ളതൊക്കെ അറിയാൻ പറ്റുന്നത്. ഫിലിം സിറ്റീൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവർക്കും അവർ ഇങ്ങനത്തെ ഒരു സ്റ്റിക്കർ, അതായത് രാമോജി ഫിലിം സിറ്റീൻ്റെ ഒരു എംബ്ലം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നമ്മുടെ ഡ്രസ്സിൽ ഇങ്ങനെ കാണുന്ന രീതിയിൽ ഒട്ടിച്ച് വെക്കുകയും വേണം. നടന്ന് കാണേണ്ട കാഴ്ചകളാണ് കേട്ടോ ഫിലിം സിറ്റീൻ്റെ ഉള്ളിലുള്ളത്. അതുപോലെ നല്ല അടിപൊളി വെയിലും. അപ്പോൾ അവിടെ തന്നെയുള്ള ഇങ്ങനത്തെ ഒരു ഷോപ്പിൽ ഞങ്ങൾ കയറിയിട്ട് കുട്ടികൾക്ക് 2 ക്യാപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫിലിം സിറ്റിയിൽ വരുമ്പം ക്യാപ്പും നല്ലൊരു സൺഗ്ലാസും ഉണ്ടെങ്കിലും നല്ലതായിരിക്കും. ഒന്നിനും നല്ല വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടുത്തെ ഓരോ സെക്ഷനും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിലിം സിറ്റിൻ്റെ മാപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഫിലിം സിറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കാണാനുള്ളത് എന്ന്. അവിടുത്തെ ഓരോ കാഴ്ചകളും ഓരോ ലൊക്കേഷൻ സെറ്റ് കാര്യങ്ങളൊക്കെ സെക്ഷനായിട്ടാണ് അവിടെ ഉണ്ടാവുക. ഈ ബസ് അവിടുത്തെ ഒരു സ്പെഷ്യലാണ് കേട്ടോ. എവിടെ നോക്കിയാലും ഈ ബസ് ഉണ്ടാകും. പിന്നെ ഫിലിം സിറ്റിയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബസ്സിലാണ് അവർ കൊണ്ടുപോകുന്നത്. ഈ ക്യൂ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഈ ബസ്സിൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ ഈ ബസ് ഫുള്ളായാൽ അടുത്ത ബസ് വരും. പിന്നെ ആ ബസ് ഫുള്ളായാൽ അങ്ങനെ ബാക്കിൽ ബസ് വരും. ആദ്യമൊക്കെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കയറുമ്പോഴേക്ക് ബസ് ഫുള്ളാകുമോ, ഇനി ബസ് വേറെ വരില്ലേ എന്നുള്ളതൊക്കെ. പിന്നെയാണ് കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഈ ബസ്സാണ് കേട്ടോ ഈ ഒരു ഫിലിം സിറ്റീൻ്റെ ഒരു സിമ്പൽ എന്ന് പറയുന്നത്. ഇതിൽ കയറിയാൽ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ. അടിപൊളിയാണ്, അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ പുറത്തുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഫുൾ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് അവര്. അങ്ങനെ ബസ് അവിടെ നിന്ന് എടുക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ബസ്സിലുണ്ടായിരുന്ന ഗൈഡ് ഫിലിം സിറ്റിയെക്കുറിച്ചും കാണുന്ന കാഴ്ചകളെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. अभी हम जा रहे हैं ब्यूटीफुल गार्डन्स और सेटिंग देखने के लिए, बाहुबली सेट देखने के लिए. सब लोग रेडी है ना? रेडी नहीं तो भी लेके जाएंगे. और इस जगह का नाम है यूरेका. आपका स्टार्टिंग पॉइंट और एंडिंग पॉइंट यूरेका. दिस प्लेस कॉल्ड यूरेका, योर स्टार्टिंग एंड एंडिंग पॉइंट. और आपकी राइट साइड में देखिए योर राइट हैंड साइड ब्लू कलर फेस हिंदुस्तान, चिल्ड्रन थीम पार्क हिंदुस्तान. इसके अंदर रेन डांस, बरासुरा, माया महल, एडवेंचर गेम्स रहते हैं. 6 बजे तक खुला रहता है हिंदुस्तान. సాయంత్రం 6 గంటల దాకా ఓపెన్ ఉంటుంది हिंदुस्तान. रेन डांस, बोरासुरा, माया महल, एडवेंचर गेम्स. और आपके लेफ्ट साइड में देखिए योर लेफ्ट हैंड साइड ब्लू कलर वॉल रामोजी मूवी मैजिक.
यहाँ पर 3 अट्रैक्शन शो, एक्शन थिएटर, फिल्मी दुनिया, पेश यात्रा शो। टूर कंप्लीट होने के बाद देख सकते हैं टूर कंप्लीट అయిన తర్వాత చూడొచ్చు मूवी मैजिक शोज। और आपकी वेबसाइट में गिनीज वर्ल्ड रिकॉर्ड ऑफ सर्टिफिकेट 1666 एकड़ में बनाया गया फिल्म सिटी, गिनीज वर्ल्ड रिकॉर्ड ऑफ सर्टिफिकेट 1666 एकड़ में बनाया गया फिल्म सिटी। और आपकी राइट साइड में देखिए सी राइट हैंड साइड दिस इज द मुगल गार्डन ऑफ वृंदावन गार्डन 2 in 1 गार्डन। బయట నుంచి చూస్తే ఢిల్లీ मुगल गार्डन, लोकल నుంచి मैसूर वृंदावन गार्डन। दिल्ली से एक सॉन्ग के लिए इस्तेमाल किया जाता है जैसे कि द डर्टी पिक्चर उल्ला सॉन्ग में से देख सकते हैं। ऑलरेडी 2-4 विद्या बालन गार्डन में झाड़ू भी मार रहा है, काम कर रहा है विद्या बालन देखे। नीचे फूलों की दुकान, ऊपर गौरी का मकान का भी देख सकते हैं। यू कैन सी मलयालम मूवी डार्लिंग डार्लिंग। इस फाउंटेन को देख सकते हैं, ऑल द बेस्ट मूवी में देख सकते हैं, संडे मूवी में देख सकते हैं, तेलुगु मूवी कड़गम लोग చూడొచ్చు, संजय दत्त का मूवी 1 और 1 11 मूवी में भी देख सकते हैं। और आपके लिए लैला लैला चिल्लाऊंगा कुर्ता फाड़ के गाना यहीं पर शूट किया था गोविंदा जी का अंगाड़ी नंबर 1 मूवी का। और आपके वेबसाइट में लाइमलाइट गार्डन ज्यादातर कॉर्पोरेट इवेंट अवार्ड सेरेमनी के लिए इस्तेमाल किया जाता है। और इस गार्डन को देख सकते हैं रॉकस्टार मूवी में फाइटिंग सीन, राजा मूवी చూడండి, कावाली मूवी చూడండి, हवा महल राजस्थान का जयपुरी हवा महल। इस हवा महल को देख सकते हैं चांद छुपा बादल में हम दिल दे चुके सनम मूवी का गाना शूट किया था। తెలుగు మూవీ సుస్వాగతంలో చూడొచ్చు। యూ క్యాన్ సీ మలయాళం మూవీ కుంజారి మరకరాని తర్వాత फोटो కూడా దిగొచ్చు। और आपके राइट साइड में गार्डन देख रहे हैं ना, चरिश्मा गार्डन, बड़े कमाल का गार्डन है ये। हीरोइन जिस कलर का साड़ी पहनकर सेंटर पॉइंट रुकता है उसी कलर के फ्लावर्स आजू बाजू डेकोरेट किए जाते हैं। लेकिन आजकल कोई हीरोइन फिल्मों में साड़ी नहीं पहन रहा है, तो इसके लिए इसका ऑर्डर भी नहीं आ रहा है। चरिश्मा गार्डन कमाल का गार्डन नहीं था। और आपके लेफ्ट साइड में देखिए, लेफ्ट साइड में रेड कलर वॉल जापानीज गार्डन, फिल्म सिटी में सबसे खूबसूरत गार्डन जापानीज गार्डन। और इस गार्डन को देख सकते हैं काजल का समर कैंप, कुछ होता है मूवी में काजल का समर कैंप इसी गार्डन में शूट किया था। और यहाँ पर आपको ड्रॉपिंग भी रहता है, बाद में हम फोटो भी ले सकते हैं, सिर्फ फोटो के लिए पाइनएप्पल गार्डन। और अभी हम जा रहे हैं कुछ शूटिंग के सेट से रामोजी राव सर का गेस्ट हाउस, ये हमारे ऑनर का घर है, ये रामोजी राव सर का बंगला। और आपके लेफ्ट साइड में टैक्सीबल हाउसेस 1 बिल्डिंग 4 एलिवेशन, एक तरफ हीरो का घर, एक तरफ हीरोइन का घर, एक तरफ विलन का घर और एक तरफ कॉमेडियन का घर। 4 लोग एक ही बिल्डिंग में रहते हैं। लेकिन डायरेक्टर जी बताते हैं हैदराबाद में हीरो है, मुंबई में हीरोइन, ऐसा दिखाते हैं। ये सेंटर बिल्डिंग को जय हो मूवी में देख सकते हैं, सलमान खान का घर, दिल वाले मूवी में भी काजल का घर जैसे दिखाया था। और ये फर्स्ट बिल्डिंग को रेबल मूवी में देख सकते हैं, प्रभास का घर। ये फर्स्ट बिल्डिंग में रेबल मूवी లో చూడొచ్చు प्रभास ఇల్లు। देखिए राइट साइड లో చూడండి, ये नॉर्थ इंडियन लोकेशन फाइबर नॉट ओरिजिनल गेटवे ऑफ मुंबई। राइट साइड में देखिए इक्वल डिस्टेंस मुंबई की चाल చూడాలని ఉంది రామచిలకమ్మ సమగ్ర చూడొచ్చు। डायरेक्टर को कलकत्ता या मुंबई जाने का जरूरत नहीं, यहीं पर शूट कर रहे हैं। लेडीज का सेंट्रल जेल, बाहर से देखे तो लेडीज सेंट्रल जेल, अंदर लेडीज जाने के बाद 2 घंटा वापस नहीं आएगा। पूछो क्यों? क्योंकि अंदर ब्यूटी पार्लर है। और आपका पर्स मोबाइल सामान थोड़ा संभाल के रखिए, क्योंकि हम जा रहे हैं मुंबई का चोर बाजार। और ये है शराबदारी का चोर बाजार। दृश्यम मूवी చూడొచ్చు, గబ్బర్ సింగ్ మూవీ చూడొచ్చు। యూ క్యాన్ సీ కన్నడ మూవీ పోగురు, తమిళ మూవీ లింగ, విశ్వాసం, అన్నాతే ఫైటింగ్ విశ్వాసం। You can see Malayalam movie Kalyana Raman also. Kalyana Raman. Marathi picture Sarat बघितलं का सारड? आरची हैदराबादला पळून गेले आहे चेन घेतले। देखिए राइट साइड में सिंघम रिटर्न में अजय देवगन का गोवा पुलिस स्टेशन, सिंघम रिटर्न में अजय देवगन का गोवा पुलिस स्टेशन। गब्बर सिंग मूवी లో కూడా చూడొచ్చు पवन कल्याण दी पुलिस स्टेशन। और आपने बस के सामने देखिए, మన बस ముందు చూడండి, बस के सामने गांव जैसे मिनमा का गांव है। चेन्नई एक्सप्रेस मूवी में मिनमा का गांव है। ऑलरेडी मिनमा यहाँ पे झाड़ू भी मारा था, बट आज ड्यूटी नहीं है। हाँ है मिनमा है, झाड़ू मारा है मिनमा, देखिए फिल्म सिटी का मिनमा है। और आपके लेफ्ट साइड में ये है रानी मुखर्जी का मांडवा हाउस, नायक मूवी में माधवन कल्याण रामनाथ। और इस लोकेशन को ज्यादातर ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് പല സിനിമകളും ഓർമ്മ വന്നിട്ടുണ്ടാകുമല്ലേ? മലയാള സിനിമകളുടെ സെറ്റൊക്കെ അവർ കാണിച്ചു തരുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കുമായിരുന്നു കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണ് രാമോജി ഫിലിം സിറ്റിന്റെ ഉള്ളിൽ എന്നുള്ളത്. ആ ബസ്സിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ വരുന്നത് ഈ ഒരു സെറ്റിലേക്കാണ് കേട്ടോ. ഈ സീരിയലുകളിലൊക്കെ കാണുന്ന ഭാഗവതം സീനുകളൊക്കെ ഇവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇന്നത്തെ ഫിലിം സിറ്റീൻ്റെ വിശേഷങ്ങൾ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. അടുത്ത വീഡിയോയിൽ ഞാൻ ബാക്കി വിശേഷങ്ങളായിട്ട് വരാം. ഇനി ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. ടിൽ ദെൻ ബൈ.